എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 4ാം T20 മത്സരശേഷം വിശാഖപട്ടണത്തെ ഡ്രസ്സിംഗ് റൂമിലെ കാഴ്ച ആരുടെയും നെഞ്ചു തകർക്കുന്നതായിരുന്നു. മത്സരം കണ്ട് ബെഞ്ചിൽ തലകുനിച്ച് അതീവ ദുഃഖിതനായി ആരോടും മിണ്ടാതെയിരിക്കുകയായിരുന്നു രോഹിത് ശർമ്മ. മുറിയിലുണ്ടായിരുന്നവർക്കെല്ലാം അറിയാമായിരുന്നു ഇത് വെറുമൊരു 4ാം T20 തോൽവിയുടെ മാത്രം പ്രശ്നമല്ലെന്ന്. ന്യൂസിലൻഡിനെതിരായ തോൽവിക്ക് തൊട്ടുപിന്നാലെ ഇന്ത്യൻ ടീമിലെ അന്തരീക്ഷം അപ്പാടെ മാറിക്കഴിഞ്ഞിരുന്നു. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കോച്ച് ഗൗതം ഗംഭീറും തമ്മിൽ നടന്ന ദീർഘനേരത്തെ സംഭാഷണം ശബ്ദം താഴ്ന്നതായിരുന്നെങ്കിലും അതിലെ തീയും പുകയും അവിടെയുള്ളവർക്ക് വ്യക്തമായി അനുഭവപ്പെടാമായിരുന്നു. എന്നാൽ യഥാർത്ഥ ക്ലൈമാക്സ് അതൊന്നുമല്ലായിരുന്നു. ഈ തോൽവിക്ക് പിന്നാലെ BCCI സെക്രട്ടറി ജയ് ഷാ രാത്രിക്ക് രാത്രി വിളിച്ചു ചേർത്ത അടിയന്തര യോഗമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. യോഗത്തിൽ കോച്ചിംഗ് സ്റ്റാഫിന്റെ പങ്കും ടീമിന്റെ തന്ത്രങ്ങളും കീറിമുറിച്ചുള്ള പരിശോധനയാണ് നടന്നത്. ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്തെന്നാൽ ജയ് ഷാ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും പുതിയൊരു നിർണായക ഉത്തരവാദിത്തം നൽകിയിരിക്കുന്നു എന്നതാണ്. ഒപ്പം ഗൗതം ഗംഭീറിന് അതീവ കർശനമായ സന്ദേശവും നൽകിക്കഴിഞ്ഞു. ഗംഭീറിന്റെ സ്ഥാനം തന്നെ തെറിച്ചേക്കാം എന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ രോഹിതിനും കോഹ്ലിക്കും ജയ് ഷാ നൽകിയ ആ പുതിയ ദൗത്യം എന്താണെന്നറിയാൻ രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് നോക്കാം. വിശാഖപട്ടണത്ത് നടന്ന ജീവൻ മരണ പോരാട്ടത്തിൽ ന്യൂസിലൻഡ് ഉയർത്തിയ 216 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് തുടക്കത്തിലെ പിഴച്ചു. ടിം സീഫർട്ടും ഡെവോൺ കോൺവേയും ചേർന്ന് കിവി സ്കോർ ഉയർത്തിയപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടെ മുൻനിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. എന്നാൽ അവിടെ നിന്ന് കണ്ടത് ശിവം ദൂബെയുടെയും യുവതാരം ഹർഷിത് റാണയുടെയും അവിശ്വസനീയമായ പോരാട്ടമായിരുന്നു. 23 പന്തിൽ 65 റൺസുമായി ശിവം ദൂബെ കളം നിറഞ്ഞാടിയപ്പോൾ ഇന്ത്യ ജയിക്കുമെന്നുവരെ തോന്നിപ്പിച്ചു. എന്നാൽ നിർഭാഗ്യം വേട്ടയാടി ഇന്ത്യ 50 റൺസിന് തോറ്റു. 165 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായി. ഈ തോൽവിക്കു പിന്നാലെ കോച്ച് ഗൗതം ഗംഭീർ ഡ്രസ്സിംഗ് റൂമിൽ കാട്ടിക്കൂട്ടിയതാണ് പ്രശ്നങ്ങൾ വഷളാക്കിയത്. സൂര്യകുമാർ യാദവിനോടും ഹാർദിക് പാണ്ഡ്യയോടും ഗംഭീർ അനിയന്ത്രിതമായി ദേഷ്യപ്പെട്ടു. രോഹിതിനും കോഹ്ലിക്കും വേണ്ടപ്പെട്ടവരെ ടീമിൽ നിന്ന് പുറത്താക്കാൻ ഗംഭീർ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ടെന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം. രോഹിത് കോഹ്ലി ദ്വയത്തെ ഗംഭീറിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നത് പരസ്യമായ രഹസ്യമാണ്. എന്നാൽ ഇവിടെയാണ് ജയ് ഷായുടെ മാസ്റ്റർ സ്ട്രോക്ക്. ഗംഭീറിന്റെ ഈ നീക്കങ്ങൾക്ക് തടയിട്ടുകൊണ്ട് ജയ് ഷാ തുറന്നടിച്ചു. എനിക്ക് ടീമിൽ രോഹിതിനേക്കാളും കോഹ്ലിയേക്കാളും വലുതായി മറ്റാരുമില്ല. അവർ ടീമിനൊപ്പം ഉള്ളിടത്തോളം കാലം എതിരാളികൾ നമ്മളെ ഭയക്കും. ഗംഭീറിന് അടുത്ത പരമ്പരയോടെ അവധി നൽകിയേക്കുമെന്നും രോഹിതും കോഹ്ലിയും തന്നെ ഇനി ടീമിനെ നിയന്ത്രിക്കുമെന്നുമുള്ള സൂചനയാണ് ജയ് ഷാ നൽകുന്നത്. ഇതിനിടയിൽ തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് യുവതാരം ഹർഷിത് റാണ നടത്തിയ വികാരനിർഭരമായ വെളിപ്പെടുത്തൽ ആരുടെയും കണ്ണ് നനയിക്കും. ശിവം ഭായ് തലകുനിച്ച് പവിലിയനിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ആ റണ്ണൌട്ട് വെറുമൊരു വിക്കറ്റ് വീഴ്ചയല്ല, കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വപ്നമാണ് ഞാൻ തകർത്തത്. അതിന്റെ ഭാരം ജീവിതകാലം മുഴുവൻ ഞാൻ ചുമക്കും, ഹർഷിത് വിതുമ്പിക്കൊണ്ടു പറഞ്ഞു. എന്നാൽ അതിനുശേഷം ഹർഷിത് പറഞ്ഞ കാര്യങ്ങളാണ് കോച്ച് ഗംഭീറിനെ പ്രതികൂട്ടിലാക്കിയത്. ഞാൻ ഇന്ന് തുറന്നു പറയുകയാണ്, ഗ്രൗണ്ടിൽ രോഹിത് ഭായ് ക്യാപ്റ്റനായി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ മാച്ച് തോൽക്കില്ലായിരുന്നു. രോഹിത് ഭായ്ക്കറിയാം എങ്ങനെയാണ് സമ്മർദ്ദഘട്ടത്തിൽ കളിക്കാരെ ശാന്തരാക്കേണ്ടതെന്ന്. പക്ഷേ ഇന്ന് ഡഗൌട്ടിൽ നിന്നും കോച്ചിംഗ് സ്റ്റാഫ് തുടർച്ചയായി അറ്റാക്ക് ചെയ്യൂ, വേഗം തീർക്കൂ എന്ന മെസ്സേജ് അയച്ച് ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കി. ഞങ്ങൾക്ക് വേണ്ടത് സമാധാനമായിരുന്നു, പക്ഷേ കോച്ച് തന്നത് ആശയക്കുഴപ്പമാണ്. രോഹിത് ഭായ് ഉണ്ടായിരുന്നെങ്കിൽ ആ മാജിക്കൽ കൺട്രോൾ ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു, ഹർഷിത് പൊട്ടിത്തെറിച്ചു. രോഹിത് ശർമ്മയാകെ തോൽവിയിലും ശിവം ദൂബെയെ വാരിപ്പുണർന്ന് അഭിനന്ദിച്ചു. എന്റെയും രാഹുലിന്റെയും റെക്കോർഡുകൾ തകർക്കാൻ പോന്നവനാണിവൻ. ഇവന്റെ ബാറ്റിംഗ് എന്റെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്നു എന്നായിരുന്നു രോഹിതിന്റെ വാക്കുകൾ. എന്തായാലും കാര്യങ്ങൾ വ്യക്തമാണ്. ഇന്ത്യൻ ടീമിൽ അഴിച്ചുപണി നടക്കാൻ പോകുന്നു. ഗംഭീറിന്റെ ഏകാധിപത്യ പ്രവണതകൾക്ക് ജയ് ഷാ കടിഞ്ഞാണിട്ടിരിക്കുന്നു. രോഹിതിനും കോഹ്ലിക്കും നൽകപ്പെട്ട ആ പുതിയ ദൗത്യം ഇന്ത്യൻ ക്രിക്കറ്റിനെ രക്ഷിക്കുമോ? ഗംഭീർ പുറത്താകുമോ? വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വമ്പൻ മാറ്റങ്ങൾക്കാണ്. അതിനായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.